ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം PYQ സീരീസ് മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y equal to x minus 1 into log x minus 1 to the base e, then d square y by dx square at x equal to 3 is. y എന്ന് പറയുന്ന ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് d square y by dx square at x equal to 3 ആണ് കാണേണ്ടത്. ഈ y എന്നുള്ളതിന് dy by dx ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പൊ എക്സ് മൈനസ് വണ്ണിനെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ഇവിടെ എക്സ് മൈനസ് വൺ ആയ കാരണം 1/x മൈനസ് വൺ പ്ലസ് ലോഗിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 1 തന്നെയാണ്. അപ്പൊ എക്സ് മൈനസ് വൺ കട്ടായി. ലാസ്റ്റ് ആൻസർ 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് വൺ ടു ദ ബേസ് സി ആണ്. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടാൽ എന്ത് വരും? 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് വൺ. ഇനി അറ്റ് പോയിന്റ് എക്സ് ഈക്വൽ ടു 3 ആണ് വേണ്ടത്. 1/3 മൈനസ് 1 ദാറ്റ് ഈസ് 1/2 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. First, next question. Let f of x equal to e raised to x into 2x squared plus ax plus 2 minus a. If f has a local minimum at x equal to 2, then the value of a is equal to. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് ലോക്കൽ മിനിമം ആണ്. എക്സ് ഈക്വൽ ടു 2 എഫിന് ഫംഗ്ഷൻ ഒരു ലോക്കൽ മിനിമം ഉണ്ടെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് അത് ഈക്വേറ്റ് ചെയ്യുക 0 അങ്ങനെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് ടേംസിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്. ആ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 4x പ്ലസ് എ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് തന്നെ ഈ ടേമിന് അതേപോലെ എടുത്തേരി. അപ്പോൾ ലോക്കൽ മിനിമം ഉള്ള കാരണം എഫ് ഡാഷ് ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യാണ്. ഇതിൽ ഇ റേസ് ടു എക്സ് കോമൺ ടേം ആണ്. അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ 4x പ്ലസ് എ പ്ലസ് 2x square plus ax plus 2a minus a equal to 0. ഈ റെസ്റ്റ് എക്സ് 0 വരില്ല. അപ്പൊ ഈ ടേം ആയിരിക്കും 0 വരിക. ദാറ്റ് ഈസ് 2x square plus 4 plus a into x plus aയും പ്ലസ് എയും മൈനസ് എയും കട്ടായി പ്ലസ് 2 ഈക്വൽ ടു 0. ഇനി എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് വരും? 2 സ്ക്വയർ 4 പ്ലസ് 4 പ്ലസ് എ ഇൻറ്റു 2/2. അപ്പൊ ആ 2 ഇൻറ്റും കട്ടായി 4 പ്ലസ് എ പ്ലസ് 1 ഈക്വൽ ടു 0. a equal to -9 വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. If e raised to x into y plus 2 root of 1 plus x equal to 5, then minus dy by dx at a 0, 3 is. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തുക. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ ആ നെക്സ്റ്റ് ടേമിന് അതേപോലെ എഴുതി പ്ലസ് ഇ റേസ് ടു എക്സ് അങ്ങനെ എഴുതി. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈയുടെ dy by dx പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 ആണ്. n എക്സ് റേസ് ടു n മൈനസ് 1. 2 ഇൻറ്റു 1/2 എക്സ് റേസ് ടു 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ ടു 0 വന്നു. ഇനി എന്ത് വരാം? ഇ റേസ് ടു എക്സ് 0 വരില്ല. അപ്പൊ ഈ ടേം ആണ് 0 വരിക. അപ്പൊ y പ്ലസ് ഇ റേസ് ടു എക്സ് രണ്ടിലും ഉള്ള ടേം ഉണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ അപ്പൊ ബാക്കിയുള്ള ടേംസിന് അതേപോലെ എടുത്തു. y പ്ലസ് 2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് dy by dx 2 ക്യാൻസൽ ആയി 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു മൈനസ് 1/2 ഈക്വൽ ടു 0. dy by dxന്റെ ടേം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിന്റെ ആർട്ടിസിലോട്ട് കൊണ്ടുപോയി. അപ്പൊ മൈനസ് y മൈനസ് 2 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1/√ ഓഫ് 1 പ്ലസ് എക്സ്. ഇനി നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? മൈനസ് dy by dx ആണ്. അപ്പൊ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് എല്ലാം സൈൻ ചേഞ്ച് ചെയ്യും. ഇനി എക്സിന് 0യും വൈക്ക് 3യും കൊടുത്താൽ 3 പ്ലസ് 2 പ്ലസ് 1 വരും. 3 പ്ലസ് 2 പ്ലസ് 1 6 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഇന്റഗ്രൽ 1/x into 1 plus x raised to 4 dx is equal to. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ x raised to 4 ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മുകളിൽ എന്ത് വേണം? x raised to 4നെ നമ്മളിപ്പോൾ 1 plus x raised to 4നെ u ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4x³ ആണ്. പക്ഷെ ഇവിടെ x³ ഉണ്ടോ? ന്യൂമറേറ്ററിൽ x³ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് റേസ് ടു 4നെ എക്സ് ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 1 എക്സ് റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ് എക്സ് റേസ് ടു 4 ഡി എക്സ്. ഇനി എക്സ് റേസ് ടു 4നെ യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ ഡി യു എന്ത് വരും? 4x ക്യൂബ് ഡി എക്സ്. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ എന്തായി മാറും? 1/4 1 ബൈ യു ഇൻറ്റു 1 പ്ലസ് യു ഡി യു. എങ്ങനെ ഈ 1/4 വന്നത്? ഈ ഡി എക്സ് എന്നുള്ളത് എന്ത് വരും? 4x ക്യൂബ്. ഇവിടെ ഒരു എക്സ് ക്യൂബ് ഡി എക്സ് ഉണ്ട്. എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1/4 ഡി യു ആണ്. ആ 1/4 ആണ് ഇവിടെ കിടക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. എ ബൈ യു പ്ലസ് ബി ബൈ 1 പ്ലസ് യു. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് യു പ്ലസ് ബി യു വരും. യുവിന് -1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ബി ഈക്വൽ ടു -1. യുവിന് 0 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എ ഈക്വൽ ടു 1 വരും. ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ഇന്റഗ്രേഷൻ നടത്തിയാൽ മതി. അപ്പോൾ എ ഈക്വൽ ടു 1 ആണ് 1 ബൈ യു. ബി -1 ആണ് -1 ബൈ 1 പ്ലസ് യു ഡി യു. 1 ബൈ യുവിന്റെ ഇന്റഗ്രൽ ലോഗ് യു -1 ബൈ 1 പ്ലസ് യു മൈനസ് ലോഗ് 1 പ്ലസ് യു പ്ലസ് സി വരും. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി ആണ്. ലോഗ് യു ബൈ 1 പ്ലസ് യു. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്. ദാറ്റ് ഈസ് 1/4 ലോഗ് എക്സ് റേസ് ടു 4 ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് സി. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഇന്റഗ്രൽ സൈൻ 4 തീറ്റ ബൈ സൈൻ 2 തീറ്റ ഡി തീറ്റ. ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മതി. സൈൻ 2 തീറ്റ എന്ന 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്കറിയാം. ഇപ്പോൾ സൈൻ 4 തീറ്റയാണ്. അപ്പോൾ 2 തീറ്റയുടെ അവിടെ 4 തീറ്റ വന്നു മാത്രം. ഹാഫ് ആംഗിൾ ഫോർമുല, ദാറ്റ് ഈസ് ഹാഫ് ആംഗിൾ അല്ല, ഇന്റഗ്രൽ 2 സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ വരും. ഇവിടെ ഏത് ആംഗിൾ ഏതാണോ അതിന്റെ ഹാഫ്. 4 ആയ കാരണം 2 വന്നു. സൈൻ 2 തീറ്റനെ അങ്ങനെ ഈ സൈൻ 2 തീറ്റയും ന്യൂമറേറ്ററിലെ സൈൻ 2 തീറ്റയും ക്യാൻസൽ ആയി പോകും. ഇന്റഗ്രൽ 2 കോസ് 2 തീറ്റ. ഇന്റഗ്രൽ കോസ് സൈൻ ആണ്. തീറ്റയുടെ കോഎഫിഷ്യന്റ് 2 ഡിനോമിനേറ്ററിൽ വരും. ഈ 2ഉം ഈ 2ഉം കട്ടായി സൈൻ 2 തീറ്റ പ്ലസ് സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. സൈൻ 2 തീറ്റ പ്ലസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2x പ്ലസ് 5 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2x പ്ലസ് 5 ഡി എക്സ്. അപ്പോൾ യു ഈക്വൽ ടു നമുക്ക് റൂട്ട് ഓഫ് 2x പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഡി യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി യു എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് ഓഫ് 2x പ്ലസ് 5 ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് വരും? 1/2 റൂട്ട് ഓഫ് 2x പ്ലസ് 5. 2xന്റെ ഡെറിവേറ്റീവ് 2 ന്യൂമറേറ്ററിൽ വരും. ആ 2 2 കട്ടായി പോകും. അപ്പോൾ 1/√ ഓഫ് 2x പ്ലസ് 5 dx വരും ഡി യു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഈ റൂട്ട് ഓഫ് 2x പ്ലസ് 5 യു ആവും. 1/√ ഓഫ് 2x പ്ലസ് 5 dx എന്ന് പറയുന്നത് ഡി യു ആയി വരും. അപ്പോൾ ഇന്റഗ്രൽ 6² യു ഡി യു വരും. ഇന്റഗ്രൽ 6² യു ടാൻ യു പ്ലസ് സി ആണ്. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 2x പ്ലസ് 5. ദാറ്റ് ഈസ് ടാൻ റൂട്ട് ഓഫ് 2x പ്ലസ് 5 പ്ലസ് സി. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്റഗ്രൽ എക്സ് ബൈ 5 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതിൽ നമുക്ക് എളുപ്പമാണ്. എക്സ് സ്ക്വയർ ടേം വന്ന് ന്യൂമറേറ്ററിൽ എക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. യു ഈക്വൽ ടു 5 മൈനസ് എക്സ് സ്ക്വയർ. ഡി യു എന്ന് പറഞ്ഞാൽ -2x ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ 2 വരും. അപ്പോൾ ഇന്റഗ്രേഷൻ ലിമിറ്റ് -1/2 ഇന്റഗ്രൽ 1/u ഡി യു വന്നു. അവിടെ -2x ആണ് -1/2 വന്നത്. ഇന്റഗ്രൽ 1/u എന്ന് പറഞ്ഞാൽ ലോഗ് ഇ ടു ദ ബേസ് ലോഗ് യു ടു ദ ബേസ് സി പ്ലസ് സി ആണ്. ദാറ്റ് ഈസ് -1/2 ലോഗ് 5 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 3 ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇ റേസ് ടു മൈനസ് എക്സിന് ഞാൻ 1/e റേസ് ടു എക്സ് ആയിട്ട് എഴുതി. ഈ ഇ റേസ് ടു എക്സ് LCM എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 3 ഇ റേസ് ടു 2x ഈ ഇ റേസ് ടു എക്സ് ന്യൂമറേറ്ററിലോട്ട് പോകും. ദാറ്റ് ഈസ് ഇ റേസ് ടു 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3 ഇ റേസ് ടു 2x വരും. ഇനി യുവിന് ഞാൻ 1 പ്ലസ് 3 ഇ റേസ് ടു 2x കൊടുത്താൽ ഡി യു എന്ത് വരും? 6 ഇ റേസ് ടു 2x dx വരും. അതായത് ഇ റേസ് ടു 2x dx എന്ന് പറഞ്ഞാൽ 1/6 ഡി യു ആണ്. അപ്പോൾ 1/6 ഇന്റഗ്രൽ 1/u ഡി യു വരും. 1/6 ലോഗ് യു ടു ദ ബേസ് സി പ്ലസ് സി. ദാറ്റ് ഈസ് 1/6 ലോഗ് ഇ യു എന്ന് പറയുന്നത് 1 പ്ലസ് 3 ഇ റേസ് ടു 2x പ്ലസ് സി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
The value of integral minus 1 to 1 mod x minus 3 dx is equal to. ഇവിടെ നമുക്ക് അറിയേണ്ടത് ഈ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഈ ലിമിറ്റിന്റെ ഉള്ളിലാണല്ലോ ലിമിറ്റിലെ ഈ ഫംഗ്ഷന്റെ വാല്യൂസ് എവിടെ വരെ വരും -1 കൊടുത്താൽ -1 -3 -4 വരും അത് നെഗറ്റീവ് ആണ് 1 കൊടുത്താൽ 1 -3 1 -3 -2 ആണ് അതും നെഗറ്റീവ് ആണ് അതായത് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലെസ് ദാൻ 3 ആണ് വരുന്നത് അപ്പോൾ എക്സ് -3 എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 അപ്പോൾ mod x minus 3 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ മൈനസ് ഓഫ് എക്സ് മൈനസ് 3 എന്ന് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് ആണ് അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി 3 മൈനസ് എക്സ് ഇനി ജസ്റ്റ് ഇന്റഗ്രേഷൻ നടത്തുക 3 ഇന്റഗ്രൽ 3x എക്സിനെ x²/2 വിത്തിൻ ദ ലിമിറ്റ് -1 to 1 ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് കൊടുത്ത 3 into 1 3 minus 1²/2 1/2 minus 1 minus -3 plus 3 minus plus 1/2 plus 1/2 plus 1 minus 1/2 cancel 3 plus 3 6 വരും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ Next, the area of the region bounded by x²/16 plus y²/25 equal to 1 and the line segment joining 0, 5 and 4, 0 in the first quadrant is. ഇപ്പോൾ തന്നിരിക്കുന്ന ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ് x²/16 plus y²/25 equal to 1 അതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ് പിന്നെ ലൈൻ സെഗ്മെന്റ് തന്നിട്ടുണ്ട് എലിപ്സിന്റെ ഇക്വേഷനിൽ നമുക്ക് a equal to a²16 b² 25 ആണ് അതായത് a4 ഉം b5 ആണ് അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത് a എന്ന് പറയുന്നത് ഈ പോയിന്റ് 40 b എന്ന് പറയുന്നത് 05 ഇനി നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് 05 ഉം 40 ഉം ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അതായത് 40 ഉം 05 എയും ബിയും ആണ് അപ്പൊ അത് ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു നമുക്ക് വേണ്ടത് ഈ രണ്ടിന്റെയും ഇടയിലുള്ള റീജിയൻ ഈ ഡോട്ടഡ് ആയിട്ടുള്ള ഈ ഏരിയ ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഈ മൊത്തം ഈ ക്വാഡ്രന്റിന്റെ ഈ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഡോട്ടഡ് റീജിയന്റെ ഏരിയ കിട്ടും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എലിപ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ a into b ആണ് എയും ബിയും 4 ഉം 5 ഉം ആണ് 20 പൈ ആണ് ഏരിയ കിട്ടുക ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ എന്തായിരിക്കും 1/4 ആയിരിക്കും ഓരോ ക്വാഡ്രന്റും 1/4 1/4 1/4 ആയിരിക്കും അപ്പൊ 20 പൈ ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 പൈ ആയിരിക്കും ഇനി നമുക്ക് ലൈൻ സെഗ്മെന്റ് 2 പോയിന്റ് 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും സ്ലോപ്പ് m എന്ന് പറഞ്ഞാൽ 0 മൈനസ് 5 അതെങ്ങനെയാണ് 2.4 0 minus 5 divided by 4 minus 0 that is minus 5/4 ആണ് സ്ലോപ്പ് അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ mx plus c that is minus 5/4x plus ഇന്റർസെപ്റ്റ് എത്രയാണ് 5 അല്ലേ y ഇന്റർസെപ്റ്റ് plus 5 വന്നു അപ്പോൾ ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് bh ആണ് ഹാഫ് 1/2 5 into 4 that is 10 വന്നു അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ 5 പൈ -10 മൈനസ് ചെയ്താൽ മതി ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അതപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ പാർട്ട് ഇവിടെ കഴിയുകയാണ് താങ്ക് യു